Watch India's largest kids library only on Jio Hotstar. Download the app now. എനിക്ക് വയ്യ, വല്ലാണ്ട് ദാഹിക്കുന്നല്ലോ. പക്ഷേ ഇവിടെ എവിടെയാ വെള്ളം കിട്ടുക മോട്ടു? എടാ മോട്ടു, നിന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടോ. ദാണ്ടേ ഒരു കിണറ്. അതെ കൂട്ടുകാരാ, ഇതിലെ വെള്ളം കുടിക്കരുത്. ഇത് കുടിച്ചാൽ നിന്റെ നാവ് കരിനാക്കാവും. നീ എന്തു പറഞ്ഞാലും അത് സംഭവിക്കും. എനിക്കതിലൊന്നും വിശ്വാസമില്ല. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നീ കള്ളം പറയുവാണ്. എന്തിന്? ഞാനെന്തിന് നിങ്ങളോട് കള്ളം പറയണം? എനിക്ക് നിങ്ങളെ അറിയുക പോലുമില്ലല്ലോ. മുമ്പ് ഇതുപോലൊരിക്കൽ ഞാനും ഈ വെള്ളം കുടിച്ചതാ. അന്നു മുതൽ എന്റെ നാക്കും കരിനാക്കായി പോയി. ഞാൻ എന്തു പറഞ്ഞാലും അത് തന്നെ സംഭവിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മൊട്ടത്തലയിൽ ഒരു മുട്ട വന്ന് വീഴുമെന്ന് പറഞ്ഞ അത് സംഭവിക്കും. സത്യത്തിൽ ഇപ്പൊ എന്റെ തലയിൽ ഒരു മുട്ട വന്ന് വീണല്ലോ. പക്ഷെ എങ്ങനെ വീണു? എവിടുന്ന് വീണു? അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്ത് പറയാനും പേടിക്കുകയാ. ഇനി അഥവാ നിങ്ങളുടെ തലയിൽ കല്ല് വന്ന് വീഴുമെന്ന് ഞാൻ പറഞ്ഞാൽ തീർച്ചയായും കല്ല് വന്ന് വീഴും. സംഭവിക്കുന്നല്ലോ. എന്റെ ഈ കരിനാക്കിന് ഒരു മറുമരുന്നുമില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും ഇവിടെ വരരുത്. ഇനി അഥവാ നിങ്ങളുടെ തലയിൽ ഇടുത്തി വരും. ഒന്നും പറയരുത്. ഇനി വല്ലതും പറഞ്ഞ് എന്നെ പറപ്പിക്കുന്നതിന് മുൻപ് ഞാൻ തന്നെ ഇവിടുന്ന് പോയേക്കാം. സജ്ജൻ സിംഗ്, നിങ്ങളിത് കലക്കി കളഞ്ഞല്ലോ. ഇങ്ങനെ വരുന്നവരെയൊക്കെ പേടിപ്പിച്ചു കഴിഞ്ഞാ അവരൊക്കെ പേടിച്ചോടിക്കോളും. പിന്നെ നമ്മുടെ കള്ളനോട്ടടിക്കുന്ന താവളത്തിൽ ആർക്കും എത്താൻ കഴിയില്ല. പിന്നെ നമ്മളെ പോലീസിന് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും ഈ സജ്ജന്റെയും ദുൽജന്റെയും കൂട്ടുകെട്ട് ആർക്കും തകർക്കാൻ പറ്റില്ല. കഴിഞ്ഞു. എന്റെ പത്തിലും ആകെ പ്രശ്നമായി. എന്റെ നാക്ക് കരിനാക്കായി പോയി. എന്ത്? നിന്റെ നാക്ക് കരിനാക്കായി പോയെന്നോ? അല്ല, നീ എന്താ പകല് വല്ല ദുസ്വപ്നം കണ്ടിട്ട് വന്നതാണോ? ഇല്ല പത്തിലു, സ്വപ്നമൊന്നുമല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. പോകുന്ന വഴിയിൽ എനിക്ക് വല്ലാണ്ട് ദാഹം തോന്നിയപ്പോ പറഞ്ഞു. അതെ കൂട്ടുകാരാ, ഇതിലെ വെള്ളം കുടിക്കരുത്. ഇത് കുടിച്ചാൽ നിന്റെ നാവ് കരിനാക്കാവും. എന്റെ മോട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ശുദ്ധ മണ്ടത്തരമാണ്. ഇല്ല പത്തിലു, അത് സത്യമാണ്. അവൻ കള്ളമല്ല പറഞ്ഞത്. അയാൾക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. നോക്കൂ, ഞാൻ ഇരിക്കുന്ന ഈ കസേര ഇപ്പൊ പൊട്ടെന്ന് പറഞ്ഞാ അത് പൊട്ടിയിരിക്കും. എന്റെ പത്തിലു, എന്റെ നാക്ക് കരിനാക്കായേ. ഞാൻ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. എന്റെ മോട്ടോ, ഇത് ആദ്യം തന്നെ പൊട്ടിയിരിക്കുകയായിരുന്നു. അല്ല പത്തലു, ഇതെന്റെ കരിനാക്ക് കൊണ്ട് സംഭവിച്ചത് തന്നെയാണ്. പത്തലു, എന്നിൽ നിന്നും ദൂരെ പോയിക്കോ. എന്റെ നാക്ക് കരിനാക്കാണ്. ചിങ്കം സാറേ, മോട്ടു പറയുന്നത് അവന്റെ നാക്ക് കരുനാക്കായി പോയെന്നാ. അവൻ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ നടക്കുന്നുണ്ട്. അവൻ ഇപ്പൊ പറയാണ് നിങ്ങളുടെ തലയിൽ തേങ്ങ വീഴുമെന്ന്. അപ്പൊ തന്നെ തേങ്ങ വീണിരിക്കും. എന്റെ അമ്മോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തേ മതിയാവൂ. ചിങ്കം സാറേ, വേഗം നടക്ക്. നമുക്ക് മോട്ടുവിനെ രക്ഷിക്കണം. അവൻ വളരെ ദുഃഖത്തിലാണ്. അവന് സംഭവിച്ചതൊക്കെ യാദൃശികമായി സംഭവിച്ചതാണ്. പക്ഷെ അവൻ വിചാരിക്കുന്നത് അവന്റെ കരുനാക്ക് കൊണ്ട് പറയുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാ. ഇതിനെ ഇവിടുന്ന് മാറ്റില്ല. ഇവിടെ കംപ്ലീറ്റ് ട്രാഫിക് ജാം ആവും. ഇനി എവിടേക്ക് ദൂരെ പോയിട്ട് ഇതിനെ റിമോട്ട് കൊണ്ട് ബ്ലാസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോ താഴത്തെ കല്ല് പൊട്ടുകയും ചെയ്യും. ഈ വലിയ കല്ല് ഉരുണ്ടും പോവും. അതെ, ഞാൻ എന്റെ കൂട്ടുകാരിൽ നിന്നും അകന്ന് നിൽക്കണം. കാരണം എന്റെ കരിനാക്ക് കൊണ്ട് അവർക്കൊന്നും സംഭവിച്ചുകൂടാ.
എന്റെ മോട്ടു, ഞാൻ പറയുന്നത് കേക്ക്. ഇത് നിന്റെ കരുനാക്ക് കൊണ്ടൊന്നല്ല സംഭവിക്കുന്നേ. നോക്ക്, ആ കസേര പൊട്ടി വീണത് അത് നേരത്തെ തന്നെ പൊട്ടിയിരിക്കുകയായിരുന്നു. ഞാനാണ് ഗമ്മ് വെച്ച് ഒട്ടിച്ചത്. അപ്പോഴാണ് നീ വന്നിരുന്നത്. എന്റെ പൊന്നു മോട്ടു, ഇത് നിന്റെ കരുനാക്ക് കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. ഒന്ന് മനസ്സിലാക്ക്. മോട്ടു, അഥവാ നിനക്ക് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്തേലും ഒന്ന് പറ. അത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ശരി. ഈ വലിയ പാറക്കല്ല് താഴോട്ട് ഉരുണ്ട് വരട്ടെ. എന്റെ അമ്മോ, ഇവന്റെ നാക്ക് ശരിക്കും ഒരു കരിനാക്കായി മാറിയിരിക്കുകയാണല്ലോ. ഇവനെ നമുക്ക് രക്ഷപ്പെടുത്തണം. സാറ് ആദ്യം രക്ഷപ്പെടാൻ നോക്ക്. നിക്ക്. ഞാൻ മോട്ടുനെ വിടില്ല. ഞാൻ മോട്ടുനെ വെറുതെ വിടില്ല. കണ്ടില്ലേ എന്റെ നാക്ക് എത്ര വലിയ കരുനാക്കാണെന്ന്. എന്റെ അമ്മോ. മോട്ടു, സമൂസ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? എന്റെ മോട്ടു, പറ, എന്തെങ്കിലും ഒന്ന് പറ. നീ എത്ര നേരം വായടച്ചിരിക്കുക? എന്തെങ്കിലും പറ. ഐഡിയ. മോട്ടു, വേഗം വാ, നമുക്ക് ആ കിണറിന്റെ അടുത്തേക്ക് പോകാം. ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ മരം വീഴട്ടെ. ഇപ്പൊ കണ്ടില്ലേ, വീണില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നു, മിന്നലുണ്ടാവട്ടെ, മഴ പെയ്യട്ടെ, കൊടുങ്കാറ്റ് വീശട്ടെ, ചിങ്കം സാറിന്റെ തലയിൽ തേങ്ങ വീഴട്ടെ. എന്റെ അമ്മോ, പത്രൂത് എന്നോട് തന്നെ വേണോ? പത്ലു, ഇപ്പൊ എനിക്ക് വിശ്വാസമായി. ഈ കരിനാക്കിന്റെ കാര്യം വെറും കള്ളമാണെന്ന്. ഇതൊക്കെ വെറും തോന്നലുകളായിരുന്നു. പിന്നെ എന്തിനായിരുന്നു അന്ന് ആ മനുഷ്യൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ചിലപ്പോ അവര് നിന്നെ കിണറിന്റെ അടുത്തുനിന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ? ഈ കിണറിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. ചിങ്കം സാറേ, ദേ കണ്ടില്ലേ, ആരുടെയോ കാൽപ്പാടുണ്ട്. ഒന്നല്ല, അതിൽ കൂടുതലുണ്ട്. ദേ കണ്ടോ, ഷൂവിന്റെ പാടുകളാണ് അവിടെ. ഞങ്ങൾ താഴെ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. എന്റെ കൂട്ടുകാരാ, എന്റെ നാക്ക് കരിനാക്കായി പോയി. ഇപ്പൊ ഞാൻ തന്നെ ഒരു കരിഭൂതമായ നിന്റെ ഈ കള്ളനോട്ട് ഫാക്ടറി നശിപ്പിച്ച് പണ്ടാരടക്കാൻ പോവാണ്. കണ്ടോ? സജ്ജന്റെയും ദുർജന്റെയും ഈ കൂട്ടുകെട്ട് ആർക്കും തകർക്കാൻ പറ്റില്ല. കൂട്ടുകാരെ, അറ്റാക്ക്! അതിന് നീ മോട്ടു പത്ലുവിന്റെ ജോഡി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടോളൂ. പത്ലു അറ്റാക്ക്!
വേദനിക്കുന്നുണ്ടോ? ഒരുപാടായോ? നിർത്ത് നിർത്ത്. മോട്ടുവിന്റെ പത്ലുവിന്റെ ജോഡി പോലെ വേറൊരു ജോഡിക്ക് ആവാൻ പറ്റില്ല. ഐ സറണ്ടർ. ഏയ്, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. നിങ്ങളിപ്പോ സ്വയം നിയമത്തിന് കീഴടങ്ങുന്നതാണ് നല്ലത്. മോട്ടു പത്ലു, നിങ്ങളിപ്പോ നഗരത്തിൽ കള്ളനോട്ടടിക്കുന്ന ഒരു വലിയ സംഘത്തെയാണ് പിടിച്ചിരിക്കുന്നത്. ഞാൻ സർക്കാരിനോട് പറഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം വാങ്ങിത്തരാം. മോട്ടു, ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ആര് പറഞ്ഞാലും ഒരിക്കലും വിശ്വസിച്ചു പോകരുത്. എന്റെ കൂട്ടുകാരാ, ഒരിക്കലും വിശ്വസിക്കില്ല. കണ്ടില്ലേ? Watch India's largest kids library only on Geo Hotstar. Download the app now.